നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പത്തിന്റെ സ്രോതസ്സുകൾ. രചന ഇദ്രീസ് അഹ്മദ്. പ്രബോധനം വാരിക 2022 നവംബർ 4. തർബിയത്ത്. നബി തിരുമേനി സമ്പന്നനും അതേസമയം അത്യുദാരനും ആയിരുന്നുവെന്ന് ജീവചരിത്ര പൈതൃക ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. അതിനെ ശരിവെക്കുന്ന വിശ്വാസയോഗ്യമായ ധാരാളം റിപ്പോർട്ടുകളും വൈജ്ഞാനിക ഗവേഷണങ്ങളും കാണാവുന്നതാണ്. നബി തിരുമേനി തന്റെ കൈവശമുള്ളതിൽ പിശുക്കുകയോ ധൂർത്ത് കാണിക്കുകയോ ചെയ്തിരുന്നില്ല. തനിക്ക് മുമ്പിൽ തുറക്കപ്പെട്ട ദുനിയാ സൗകര്യങ്ങളിൽ അദ്ദേഹം വിരക്തനുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെപ്പറ്റി പറയുമായിരുന്നു, ഞാൻ ആര്? ഈ ദുനിയാവിൽ വെറും ഒരു യാത്രക്കാരനല്ലാതെ. അയാൾ മരത്തണലിൽ കുറച്ചിട വിശ്രമിക്കുന്നു, പിന്നീട് അത് ഉപേക്ഷിച്ച് യാത്രയാവുകയും ചെയ്യുന്നു എന്നല്ല. അന്ദലൂസിലെ ചില പണ്ഡിതന്മാർ നബി തിരുമേനിയെ ദരിദ്രനായിരുന്നു എന്ന് വിശേഷിപ്പിക്കുന്നത് വിലക്കുകയും അതിനെ ശിക്ഷാർഹമായ പ്രവാചക നിന്ദയായി കാണുകയും ചെയ്തിരുന്നു. നബി തിരുമേനിയുടെ വരുമാന സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തിയ ഗവേഷകനായ അബ്ദുൽ ഫത്താഹ് ജമാൻ ആ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് കണക്കാക്കിയിട്ടുണ്ട്. ഖുർആനിക വചനം നബിയുടെ സമ്പന്നതയെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. അവൻ അല്ലാഹു നിന്നെ പ്രാരാബ്ധക്കാരനായി കണ്ടു, അപ്പോൾ നിനക്ക് സമ്പത്തരുളി. അല്ലുഹ 8-ാം ആയത്ത്. ഈ ഖുർആനിക സൂക്തം മുന്നിൽ വെച്ച് നബി തിരുമേനിയുടെ വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയായിരുന്നു എന്ന് നോക്കാം. അതിലൊന്ന് കച്ചവടത്തിൽ നിന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പാദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രവാചകത്വ നിയോഗത്തിന് മുമ്പ് ഖുറൈശികളോടൊപ്പം കച്ചവട യാത്രകൾ നടത്തിയിരുന്നു. പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്തുമായി കച്ചവട യാത്രകൾ ചെയ്തതും പ്രസിദ്ധമാണ്. ഇബ്നുൽ ഖയ്യിം പറയുന്നു, നബി തിരുമേനി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമായിരുന്നു. നിയോഗത്തിനു ശേഷം വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ വാങ്ങുകയായി. അതേപ്രകാരം ഹിജ്റക്കു ശേഷം അത്ര വിലമതിക്കാത്ത സാധനങ്ങളായിരുന്നു വിറ്റിരുന്നത്. കപ്പ്, കുതിരയുടെ ജീനി പോലുള്ളവ. എന്നാൽ അദ്ദേഹം ധാരാളമായി വാങ്ങിയിരുന്നു. വാടക കൊടുക്കുകയും വാടകക്കെടുക്കുകയും ചെയ്തു. വാടക കൊടുക്കുന്നതിനേക്കാൾ വാടകക്കെടുത്തിട്ടുണ്ട്. പ്രവാചകത്വ ലബ്ധിക്കു മുമ്പ് ആടുമേച്ചു കൂലി വാങ്ങിയിരുന്നു. ഷാമിലേക്കുള്ള കച്ചവട യാത്രയിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ധനത്തിൽ അദ്ദേഹം കൂലി സ്വീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കച്ചവടത്തിലൂടെ സമ്പാദിച്ചത് നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കാനും ആവശ്യക്കാരെ സഹായിക്കാനുമായിരുന്നു. ദിവ്യബോധനത്തിന്റെ ആദ്യ സൂക്തങ്ങൾ അവതരിച്ച ഘട്ടത്തിൽ നബി ആകുലചിത്തനായപ്പോൾ അദ്ദേഹത്തെ ചേർത്തുപിടിച്ച് അവിടുത്തെ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്ന ആശ്വാസവചനങ്ങൾ ആ ജനസേവന പ്രവർത്തനങ്ങളിലേക്കുള്ള സൂചനയാണല്ലോ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വാക്കുകൾ ഇങ്ങനെ: ഇല്ല, അല്ലാഹുവാണ്. അല്ലാഹു അങ്ങയെ ഒരിക്കലും അപമാനിക്കയില്ല. അങ്ങൊന്ന് കുടുംബബന്ധം പുലർത്തുന്നു, പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്നു, അഗതികൾക്കു വേണ്ടി സ്വയം അധ്വാനിച്ചു സഹായം നേടിക്കൊടുക്കുന്നു, അതിഥികളെ സൽക്കരിക്കുന്നു, ആപത്ഘട്ടങ്ങളിൽ ആശ്വാസം നൽകുന്നു. ബുഖാരി. ഉദാരതയുടെ ഈ 5 വിശേഷണങ്ങളും ശാരീരിക അധ്വാനം കൊണ്ടും സമ്പത്തിന്റെ വിനിയോഗം കൊണ്ടുമല്ലാതെ കരഗതമാവുകയില്ല. ഇബ്നു ഹജർ പറയുന്നു, അദ്ദേഹത്തിൽ ഉയർന്ന ധാർമ്മിക സ്വഭാവങ്ങൾ മേളിക്കുന്നു എന്ന് വിശേഷിപ്പിക്കാൻ കാരണമുണ്ട്. സമ്പത്തുകൊണ്ടോ ശരീരം കൊണ്ടോ വ്യയം ചെയ്യുന്നതും അധ്വാനിക്കുന്നതും ബന്ധുക്കൾക്ക് വേണ്ടി മാത്രമല്ല, ബന്ധുക്കളല്ലാത്തവർക്കും വേണ്ടിയാണ്. കാര്യങ്ങൾ സ്വതന്ത്രമായി നിർവഹിക്കാൻ കഴിയുന്നവർക്കും അതിന് കഴിയാത്തവർക്കും നൽകുന്നുണ്ട്. ഇതെല്ലാം ചേർന്ന ഒരു വിശേഷണമാണത്. ഫതുഹുൽ ബാരി. നബി തിരുമേനിക്ക് അവിടുത്തെ മാതാപിതാക്കളിൽ നിന്നും പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നും അനന്തരമായി ലഭിച്ച സ്വത്തുക്കളാണ് രണ്ടാമത്തേത്. അതിൽ ചില മുതലുകൾ വഖഫ് മുതലിൽപ്പെട്ടതാണ്. ഈ സ്വത്തുക്കളെ കുറിച്ച പരാമർശങ്ങൾ ഫറാഇലിന്റെ ഗ്രന്ഥങ്ങളിലും മറ്റു ഗ്രന്ഥങ്ങളിലും വന്നിട്ടുള്ളതായി കാണാം. അബൂ യഅ്ലൽ ഫറാ തന്റെ ഗ്രന്ഥത്തിൽ വാഖദി പരാമർശിക്കുന്നതായി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ പിതാവ് അബ്ദുള്ളയിൽ നിന്ന് ഉമ്മു ഐമൻ എന്ന എത്യോപ്യക്കാരിയായ അടിമസ്ത്രീയെ അനന്തരമായി ലഭിച്ചു. അവരുടെ പേര് ബറക്ക എന്നായിരുന്നു. കൂടാതെ 5 ഒട്ടകങ്ങളും ഒരു പറ്റം ആടുകളും ഷഖ്റാൻ എന്ന അടിമയും അദ്ദേഹത്തിന് പൈതൃകമായി ലഭിച്ചു. പ്രവാചകന് തന്റെ മാതാവ് ആമിന ബിൻത്ത് വഹബിൽ നിന്ന് മക്കയിലെ ബനു അലി താഴ്വരയിൽ
അദ്ദേഹം ജനിച്ചു വളർന്ന വീടും ഏതാനും മുതലുകളും അനന്തരമായി കിട്ടി. അദ്ദേഹത്തിന്റെ അനന്തരാവകാശ സ്വത്തിൽ തന്റെ ഭാര്യ ഖദീജ ബിൻത്ത് ഖുവൈലിദിൽ നിന്ന് ലഭിച്ച അക്വാറോൻ ചന്തക്ക് പിറകിൽ സ്വഫാ മർവക്കിടയിലായി ഒരു വീടും ഉണ്ടായിരുന്നു. ഹക്കീമു ബിൻ ഹിസാം ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി സെയ്ദ് ബിൻ ഹാരിസയെ ഉക്കാല് ചന്തയിൽ നിന്ന് 400 ദിർഹമിന് വാങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് സെയ്ദിനെ ദാനമായി സ്വീകരിച്ചു. സെയ്ദിനെ പിന്നീട് മോചിപ്പിക്കുകയും അദ്ദേഹത്തിന് ഉമ്മു ഐമനെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അവരിൽ നിന്നാണ് നുബുവത്തിന് ശേഷം ഉസാമ ജനിക്കുന്നത്. അൽ അഹ്കാമു സുൽത്താനിയ 201. യുദ്ധമുതലിന്റെ 1/5 വിഹിതമാണ് മൂന്നാമത്തെ വരുമാന സ്രോതസ്. ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ നിന്ന് മുസ്ലിങ്ങൾ നേടുന്ന യുദ്ധാർജിത ധനങ്ങളിൽ 1/5 പ്രവാചകന്റെ ധനസ്രോതസ്സുകളിലൊന്നായിരുന്നു. അള്ളാഹു പറയുന്നു, അറിഞ്ഞിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങൾ കരസ്ഥമാക്കിയ യുദ്ധമുതൽ എന്താവട്ടെ അതിന്റെ 1/5 അള്ളാഹുവിനും ദൈവദൂതനും ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും അഭയാർത്ഥികൾക്കും ഉള്ളതാകുന്നു. അൽ അൻഫാൽ 41. എന്നല്ല, യുദ്ധമുതലുകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ധനാഗമ മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയ മറ്റൊരു ധനസ്രോതസ്സായിരുന്നു ഫൈഅ്. ഗനീമത്ത് അഥവാ യുദ്ധമുതലിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് ഫൈഅ്. യുദ്ധത്തിലൂടെ അല്ലാതെ ശത്രുക്കളിൽ നിന്ന് മുസ്ലിങ്ങൾ കരസ്ഥമാക്കുന്ന ധനമാണ് സാങ്കേതികമായി ഫൈഅ്. മാവർദി പറയുന്നു, അത് ജിസിയ അഥവാ നികുതി, ഹദ്നത്ത് അഥവാ സന്ധി പോലുള്ള ധനമാണ്. അതിനുദാഹരണങ്ങളാണ് മദീനയിലെ ബനൂ നളീറിന്റെയും ഫതക്കിന്റെയും സമ്പത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പത്തിന്റെ സ്രോതസ്സുകളിലെ വലിയ ഭാഗം രൂപപ്പെടുന്നത് ഫൈഇലൂടെയായിരുന്നു. മാലിക് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി സുനനു അബീ ദാവൂദ് രേഖപ്പെടുത്തുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 3 ഗനീമത്ത് ഭൂമികൾ ഉണ്ടായിരുന്നു. ഒന്ന് ബനൂ നളീർ, ഈ ഭൂമി ആപത്ഘട്ടങ്ങൾക്കു വേണ്ടി നീക്കിവെച്ചിരുന്നു. 2 ഫതക്ക്, അത് അഭയാർത്ഥികൾക്കു വേണ്ടി മാറ്റിവെച്ചതായിരുന്നു. 3 ഖൈബർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് 3 ഭാഗമാക്കി. 2 ഭാഗം മുസ്ലിങ്ങൾക്കിടയിൽ വീതിക്കുകയും 1 ഭാഗം തന്റെ കുടുംബക്കാർക്ക് നൽകുകയും ചെയ്തു. അതിൽ കുടുംബക്കാരുടെ ചെലവ് കഴിച്ച് ബാക്കി വരുന്നവ മുഹാജിറുകളിലെ ദരിദ്രർക്കിടയിൽ ചെലവഴിക്കുമായിരുന്നു. സുനനു അബീ ദാവീദ്. നബി തിരുമേനിയുടെ വരുമാന സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തിയ അബ്ദുൽ ഫത്താഹ് ജമാൻ അള്ളാഹു നബി തിരുമേനിക്ക് നൽകിയ ഫൈഇന്റെ ധനത്തെക്കുറിച്ച് ചില നിഗമനത്തിലെത്തിച്ചേരുകയുണ്ടായി. 1. ഫൈഇന്റെ ധനം അത് ധാരാളം ഉണ്ടായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉദാരമായി ചെലവഴിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം അത് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഫൈഇന്റെ അവകാശികൾക്ക് നൽകുമായിരുന്നു. ഫൈഇന്റെ അവകാശികൾ ഗനീമത്ത് മുതലിന്റെ അവകാശികളിൽ നിന്ന് വ്യത്യസ്തമത്രേ. യുദ്ധമുതലിന്റെ 4/5 ഭാഗം യോദ്ധാക്കളുടെ അവകാശമാണ്. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ബദറിൽ പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് മോചനദ്രവ്യമായി സ്വീകരിച്ച തുകയ്ക്ക് പകരം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ശേഷം അള്ളാഹുവിന്റെ വാഗ്ദാനമനുസരിച്ച് ഫൈഇൽ നിന്ന് ഒരു വിഹിതം അദ്ദേഹത്തിനു നൽകി. കൂടാതെ ഫൈഇന്റെ ധനത്തിൽ നിന്ന് മുഹാജിറുകൾക്കും അൻസ്വാറുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഹിതം നൽകിയിരുന്നു. 3. യുദ്ധത്തിലൂടെ മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്ന ഗനീമത്ത് മുതലിൽ ചെയ്യാറുള്ളതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈഇന്റെ ധനം 1/5 ആക്കിയില്ല. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈഇന്റെ ധനം തുല്യമായി വീതിച്ചില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇജ്തിഹാദ് നടത്തിയിട്ടാണ് അത് വീതിച്ചിരുന്നത്. അതിനാൽ തന്നെ ഫൈഅ് സക്കാത്തായോ ജിസിയയായോ നികുതിയായോ പരിഗണിക്കപ്പെടുകയില്ല. തആമുലുൻ നബി മഅ അംവാലിഹി, പേജ് 234. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രബോധനം വാരികയുടെ ഓഡിയോ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. ഈ കൂട്ടായ്മയിലേക്ക് താങ്കളെ ആദരപൂർവം ക്ഷണിക്കുന്നു. താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ താങ്കൾക്കും ഈ കൂട്ടായ്മയിൽ അംഗമാകാം. മൊബൈൽ നമ്പർ 001-952-6633-787.